കള്ളു വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് കള്ളു വ്യവസായ തൊഴിലാളി ബുധനാഴ്ച ക്ഷേമനിധി ഓഫീസിനു മുൻപിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം EP കരുണാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ഭാഗമാണ് വളരെ കണിശമായും കൃത്യമായും നടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ക്ഷേമനിധി ബോർഡ് ഓഫീസ്. തൊഴിലാളികളുടെ കൂലിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഫണ്ട് യഥാസമയം ക്ഷേമനിധി ബോർഡ് നിക്ഷേപിക്കുക, അടക്കുക, അതിന്റെ പലിശ കൃത്യമായി വിതരണം ചെയ്യുക എന്ന സമീപനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കേവലം 4-5 മാസത്തിനിടയിൽ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളാകെ തകർക്കപ്പെടുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഫീസിന്റെ അകത്ത് കൊട്ടഴിഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിചയ സമ്പന്നരായിട്ടുള്ള ജീവനക്കാരെ പിരിച്ചുവിടുക, എന്നിട്ട് അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള ആൾക്കാരെ ആളുകൾ നിയമിക്കുക. സ്വാഭാവികമായി ഒരു ഓഫീസിനകത്ത് കയറിക്കൊണ്ട് ഏറ്റവും കൃത്യമായിട്ട് നിയമിക്കുന്ന സമീപനമാണ് ഇത്തരം ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി പോകുന്നത്. തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയും ആനുകൂല്യങ്ങളും ബോർഡിന്റെ ഫണ്ടിലേക്ക് അടക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഫണ്ട് കൃത്യമായി വിതരണം ചെയ്യാനും അടപ്പിക്കാനും ആവശ്യമായ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. അവരെ യാതൊരു കാരണമില്ലാതെ പിരിച്ചുവിട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് ആളുകൾ നിശ്ചയിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അവർ ക്ഷേമനിധി ബോർഡിൽ അനധികൃതമായി നിയമിച്ചിട്ട് നിയമനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് ശരിയായ രീതിയിൽ ക്ഷേമനിധി ഓഫീസ് പ്രവർത്തിപ്പിക്കണമെന്നാണ് ഞങ്ങൾ വളരെ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു മുദ്രാവാക്യം. ഇവിടെ അമ്പായിട്ട് പറഞ്ഞു, ഗ്രാറ്റുവിറ്റി ഫണ്ടിന്റെ പലിശ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? വൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. തൊഴിലാളികളുടെ താല്പര്യമില്ല. കേരളത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കേവലം 4-5 മാസത്തിനിടയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കള്ള് വ്യവസായത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വന്നാൽ ഓരോ പഞ്ചായത്തുകൾക്കും അവരുടെ ഇഷ്ടാനിഷ്ടം നോക്കിക്കൊണ്ട് ഈ കള്ളശാഖകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് കാണാൻ വേണ്ടി കഴിയും. അതിന് കഴിവ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയുള്ള ജില്ലകൾ സഹകരണ സംഘങ്ങളാണ് കള്ളശാഖ നടത്തിയിരുന്നത്. ഏറ്റവും കൃത്യമായി നടത്താനും ഉപഭോക്താക്കൾക്ക് കൃത്യമായും അളവിൽ കള്ള് വിതരണം ചെയ്യാൻ സാധിച്ച ഒരു 5 വർഷക്കാലത്ത് ഷാപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാവരും ഏറ്റവും മതിപ്പുളവാക്കിയാണ്. ആ ഷാപ്പുകൾ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യ കരാറുകൾക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കള്ളുഷാപ്പ് കോണ്ടക്ടർമാരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് കാണാൻ വേണ്ടി കഴിയും. അതിന്റെ പ്രതിവേദനമാണ് ഇവിടെ സഹകരണ സംഘങ്ങൾ പിരിച്ചുവിട്ടുകൊണ്ട് കരാറുകാർക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് പഞ്ചായത്തുകൾക്ക് ഏൽപ്പിക്കാനാണ് പോകുന്നത്. അതിന്റെ അധികാരികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിച്ചാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത്, UDF-ന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് ഈ കള്ളുഷാപ്പ് വേണ്ടതില്ല, പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ആ നിലയിൽ UDF-ന് തൊഴിലാളികൾ നിരീക്കുന്ന തൊഴിലാളി വിരുദ്ധ തൊഴിലാളികളുടെ നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളു വ്യവസായ തൊഴിലാളികളുടെ ക്ഷേമനിധിയുടെ പലിശ കുറച്ചത് പുനഃപരിശോധിക്കുക, അപകട ഇൻഷുറൻസ് തുക കൊടുക്കാനുള്ളത് സ്കീമിന് ധനകാര്യ വകുപ്പ് അനുവാദം കൊടുക്കുക, ക്ഷേമനിധി ഓഫീസുകളിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ക്ഷേമനിധി ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത്. DV അമ്പാടി അധ്യക്ഷത വഹിച്ചു. P അമ്പാടി സ്വാഗതം പറഞ്ഞു. KV രാമൻപിള്ള, കുട്ട്യൻ തുടങ്ങിയവർ സംസാരിച്ചു.